പേരൂർക്കട വ്യാജമാല മോഷണക്കേസിൽ പോലീസ് വാദം കള്ളമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മാല മോഷണം പോയതല്ല, കേസിൽ പോലീസ് പിടികൂടി മാനസികമായി പീഡിപ്പിച്ച ബിന്ദു നിരപരാധിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. സ്വർണം വീടിന്റെ പിന്നിലെ ചവർക്കൂനയിൽ നിന്നും കണ്ടെത്തിയതെന്നായിരുന്നു പേരൂർക്കട പോലീസ് പറഞ്ഞത്. എന്നാൽ വീട്ടുടമയായ ഓമന ഡാനിയൽ ആഭരണം സോഫയ്ക്ക് താഴെ വെച്ചു മറന്നുപോയിരിക്കുകയായിരുന്നുവെന്ന് ആണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഈ വിഷയത്തിൽ ബിന്ദു എന്ന സ്ത്രീയെ പോലീസ് അകാരണമായി പീഡിപ്പിച്ചു എന്ന പരാതി പല ഘട്ടങ്ങളിലായി ഉയർന്നതാണ്. ഇതിൽ വലിയ ഇടപെടലുകളും ഉണ്ടായതാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങളടക്കം ആരോപിച്ചതാണ്. ഒടുവിൽ പോലീസിന്റെ തന്നെ മറ്റൊരു വിഭാഗം കണ്ടെത്തുന്നു ഇത് പൂർണ്ണമായും വ്യാജമാണ്, അവർ നിരപരാധിയാണെന്ന്. എന്താണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിന്റെ കാതൽ? തീർച്ചയായും സജീവ്, തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ബിന്ദുവും മറ്റും ഉയർത്തിയിരുന്നു. അതായത് ഇത്തരത്തിലൊരു മോഷണം താൻ നടത്തിയിട്ടില്ല. അതായത് ഇതിൽ യാതൊരുവിധ തെളിവുമില്ലാതെയായിരുന്നു ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും അവിടെ വെച്ച് മാനസികമായി ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ തുടരുകയും മറ്റും ചെയ്യേണ്ട ഒരു ദാരുണമായ സംഭവം നടന്നത്. അതിനുശേഷമാണ് ഈ ഒരു മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും തുടർന്ന് കൃത്യമായ ഒരു പോലീസ് അന്വേഷണം അടക്കം നടന്നത്. ഈ ഒരു അന്വേഷണത്തിൽ പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് എന്താ, ഇത്തരത്തിലൊരു മോഷണം തന്നെ നടന്നിട്ടില്ല. ഇത് ഈ ഒരു വീട്ടുടമ ഈ ഒരു സോഫയുടെ അടിയിൽ വെച്ച് മറന്നുപോയ ഒരു സ്വർണ്ണാഭരണം പിന്നീട് വീണ്ടെടുക്കുകയായിരുന്നു. അത് ഒരു മോഷണ കുറ്റം എന്ന രീതിയിലേക്ക് ചാർത്തി കൊടുക്കുകയായിരുന്നു. അതായത് കുറച്ച് ദിവസം മാത്രം ഈ ഒരു ബിന്ദു എന്ന യുവതി ഈ ഒരു വീട്ടിൽ ജോലിക്കായി ചെന്നിരുന്നു. ആ സമയത്ത് ഇവിടെ വെച്ച് മോഷണം നടത്തി എന്ന തരത്തിൽ പോലീസ് ഒരു നിഗമനത്തിൽ, അതായത് യാതൊരുവിധ തെളിവുകളില്ലാതെ തന്നെ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ആ സ്റ്റേഷനിൽ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ നിർത്തുകയും ഒരു ഭക്ഷണമോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സമയമോ ഒരു സൗകര്യങ്ങളോ ഒന്നും ഒരുക്കി നൽകാതെ അടുത്ത ദിവസം ഉച്ചവരെ സ്റ്റേഷനിൽ നിർത്തി മാനസികമായി പീഡിപ്പിക്കും. ഒപ്പം തന്നെ ഈ ഒരു ഭർത്താവിനെ ഭാര്യയെ കാണാനോ വീട്ടുകാരി കാര്യങ്ങൾ അറിയിക്കാനോ ഒന്നും സമ്മതിക്കാതെ യാതൊരുവിധ മാനുഷിക പരിഗണന നൽകാത്ത രീതിയിൽ ഈ ബിന്ദുവിനോട് പെരുമാറിയെന്നതായിരുന്നു ബിന്ദുവിന്റെ പ്രധാനപ്പെട്ട പരാതി. യാതൊരുവിധ തെളിവുകളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഒരു അന്വേഷണ വിധേയമായി ഈ ഒരു SHOനും പിന്നീട് മറ്റ് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കം നടപടികളിലേക്ക് പോലീസ് കടന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല. അതൊരു പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ഈ ഒരു മോഷണം തന്നെ പോയിട്ടില്ല. അത് ഈ ഒരു വീട്ടുടമ മറന്നുവെച്ച സ്ഥലത്ത് നിന്ന് പിന്നീട് വീണ്ടെടുക്കുകയായിരുന്നു. ചവറ്റുകൂനയിൽ നല്ല കിട്ടിയതെന്നടക്കമുള്ള പോലീസിന്റെ കണ്ടെത്തൽ വരുന്നത്. ഇതിൽ കൃത്യമായൊരു നടപടി അടക്കം ഈ ഒരു SHOക്കെതിരെ വേണമെന്നൊരു ശുപാർശ ഈ റിപ്പോർട്ടിലുണ്ട്. ഈ തുടർച്ചയായി വരുന്ന ദിവസങ്ങളിലടക്കം ഈ ഒരു പോലീസ് മർദ്ദനവും പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുത്തുന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. കാരണം ഈ ഒരു യുവതി, അതായത് ദളിത് യുവതി എന്നതിലുപരി അടക്കം ഒരു യുവതിയെ ഇത്തരത്തിലൊരു മാനുഷിക പരിഗണന പോലും നൽകാതെ പീഡിപ്പിച്ച ഒരു സംഭവത്തിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ വളരെ നിർണായകമാണ്. ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഈ യുവതിയെ അകാരണമായി കുറ്റപ്പെടുത്തി എന്ന കണ്ടെത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാലമോഷണം പോയതല്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ യുവതിയോട് കാട്ടിയ അനീതിക്ക് എന്ത് പരിഹാരമെന്ന ചോദ്യം കൂടി ഉയരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ചു DGP. പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഇടപെടൽ. പുറത്തുവന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റേഞ്ച് IGമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും വിശദീകരണം തേടും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ എന്തായാലും പോലീസിന് അങ്ങേറ്റം കളങ്കമുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ചില ദൃശ്യങ്ങളൊക്കെ പോലീസ് സേനയ്ക്കെന്ന് മാത്രമല്ല സർക്കാരിൻ്റെ തന്നെ ഇമേജിന് വലിയ കോട്ടമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് DGPക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ? എന്താണ് DGPയുടെ നീക്കം? സജിത്ത്, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് 2023 മർദ്ദനമേൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പീച്ചിയിലും സമാനമായ തരത്തിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും സ്റ്റാഫിനെയും SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നത്. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് സമാനമായ തരത്തിൽ പോലീസ് ക്രൂരതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും അത് സേനയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഈ വിഷയത്തിലെ അടിയന്തരമായ ഇടപെടൽ. റേഞ്ച് IGമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും പുറത്തു വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഉന്നത ഉദ്യോഗസ്ഥർ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കും. പൊതുജനങ്ങളുമായും പരാതിക്കാരുമായും ഏത് തരത്തിലായിരിക്കണം ഉദ്യോഗസ്ഥർക്ക് പെരുമാറേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു മാനദണ്ഡം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർക്കുന്നതെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് DGP. സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ മാനക്കേടാവുന്ന തരത്തിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കമുണ്ടാവുന്നത്.